യാന്ത്രികമായി ലാ ഇലാഹ ഇല്ലല്ലാ ചൊല്ലിയാണ് താൻ ഭീകരവാദികളിൽ നിന്ന് രക്ഷപ്പെട്ടതെന്ന് ആസാമിലെ പ്രൊഫസർ പറയുന്നു. പഹൽഗാമിൽ കുടുംബത്തോടൊപ്പം സന്ദർശനത്തിനെത്തിയതായിരുന്നു ആസാമിലെ യൂണിവേഴ്സിറ്റി അധ്യാപകനായ ദബാശിഷ് ഭട്ടാചാര്യ. ഭീകരർ തോക്കുമായി എത്തിയപ്പോൾ ഒപ്പമുണ്ടായിരുന്നവർ ചൊല്ലുന്ന പ്രാർത്ഥന കേട്ട് യാന്ത്രികമായി ഞാനും ചൊല്ലി ലാ ഇലാഹ ഇല്ലല്ലാ. അതോടുകൂടി ഞാൻ രക്ഷപ്പെട്ടെന്ന് ബംഗാളി പ്രൊഫസറായ ദബാശിഷ് ഭട്ടാചാര്യ പറയുന്നു. അവധിക്കാലം ആഘോഷിക്കാനാണ് പഹൽഗാവിൽ കുടുംബത്തോടൊപ്പം ദബാശിഷ് എത്തിയത്. ആദ്യം വെടിവെച്ച കേട്ട സമയത്ത് അത് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ചെയ്യുന്ന വെടിവെപ്പായിരിക്കുമെന്നാണ് താൻ ധരിച്ചത്. പക്ഷേ പിന്നീട് ഒരാൾ തൻ്റെ അടുത്തേക്ക് വന്നു. കറുത്ത മുഖപടവും തൊപ്പിയും ധരിച്ചയാൾ ഞങ്ങളുടെ മുന്നിലുണ്ടായിരുന്നവരോട് എന്തോ ചോദിച്ചു. പിന്നാലെ അയാൾ കൂട്ടത്തിൽ ഒരു പുരുഷനെ വെടിവെച്ചു. ഞെട്ടിത്തെറിച്ച് ഞാനും കുടുംബവും ചുറ്റുമുണ്ടായിരുന്ന കുറച്ചുപേരും ഓടി അടുത്തുള്ള മരത്തിന് ചുവട്ടിൽ ഒളിച്ചു കിടന്നു. ഭീകരർ ഞങ്ങളുടെ അടുത്തെത്തി ഒരാളെ കൂടി വെടിവെച്ചു. ദബാശിഷ് ഞെട്ടലോടെ ഓർത്തു. എൻ്റെ കൈയകലത്തിലാണ് ഒരാൾ വെടിയേറ്റ് മരിച്ചത്. എൻ്റെ ചുറ്റും കിടന്നവരെല്ലാം മരണഭയത്തോടെ ലാ ഇലാഹ ചൊല്ലിത്തുടങ്ങി. ഭയന്നു പറിച്ച് ഞാനും അവരോടൊപ്പം അതേറ്റു ചൊല്ലി. യാന്ത്രികമായിരുന്നു ആ ചൊല്ലൽ. കൂട്ടത്തിൽ കൂടുന്ന ഒരു പരിപാടിയായിരുന്നു അത്. എൻ്റെ ചുറ്റുമുള്ളവർ ചെയ്യുന്നത് ഞാനും യാന്ത്രികമായി ചെയ്തു. അതെൻ്റെ ജീവൻ രക്ഷിക്കുമെന്നൊന്നും ഞാൻ ഓർത്തിരുന്നില്ല. പക്ഷേ എൻ്റെ തലയ്ക്ക് നേരെ തോക്ക് ചൂണ്ടിയ ഭീകരൻ ഞാൻ ലാ ഇലാഹ ചൊല്ലുന്നത് കേട്ട് തിരിച്ചു നടന്നു, ദബാശിഷ് പറഞ്ഞു. ഭീകരർ തോക്കുമായി അടുത്തെത്തിയപ്പോൾ മരിച്ചു എന്ന് ഉറപ്പിച്ചാണ്. ഭയത്തിൽ കൂടെയുണ്ടായിരുന്നവർ ചൊല്ലിക്കൊണ്ടിരുന്ന പ്രാർത്ഥന ഞങ്ങളും ഉരുവിട്ടു. ഇത് കേട്ട് ഭീകരർ എന്നെയും കുടുംബത്തെയും കൊല്ലാതെ വിടുകയായിരുന്നു. ഞങ്ങളുടെ കൺമുന്നിലാണ് 4 ഭീകരർ ചേർന്ന് വെടിയുതിർത്തുകൊണ്ടിരുന്നത്. ഭീകരർ ഗേറ്റ് കടന്നുപോയതും അടുത്ത് കണ്ട വേലി ചാടിക്കടന്ന് ഓടിയ തനിക്കും കുടുംബത്തിനും സുരക്ഷിത സ്ഥാനത്തേക്കുള്ള വഴി പറഞ്ഞു തന്നത് അവിടുത്തെ ഗ്രാമവാസികളായിരുന്നെന്നും ദബാശിഷ് പറയുന്നു. അപ്പോഴേക്കും എങ്ങനെയോ തൻ്റെ ഗൈഡും ഡ്രൈവറും അവിടെ എത്തി. അവർ തന്നെയും കുടുംബത്തെയും സുരക്ഷിതരായി ശ്രീനഗറിൽ എത്തിച്ചതായും ദബാശിഷ് പറഞ്ഞു. ഇപ്പോൾ താൻ സുരക്ഷിതനാണെന്നും അസം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും നിരന്തരം ബന്ധപ്പെടുന്നുണ്ടെന്നും ദബാശിഷ് പറഞ്ഞു.